ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ സ്ഥാപിച്ച ഒരു കൺസർവേറ്ററി ബൊട്ടാണിക്കൽ ഗാർഡനും ഗവേഷണ സ്ഥാപനവുമാണ് GNT-BGRI. സോ 1979 നവംബർ 17 ഇത് സ്ഥാപിതമായി. രാജ്യത്തിൻ്റെ സസ്യസമ്പത്തിൻ്റെ സുസ്ഥിര ഉപയോഗത്തിനായി ഗവേഷണ പ്രവർത്തനങ്ങളും ഇത് ഏറ്റെടുക്കുന്നു. 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ആദ്യത്തെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യ പരിസ്ഥിതി സമ്മേളനത്തിന് ശേഷമാണ് കൺസർവേറ്ററി ബൊട്ടാണിക്കൽ ഗാർഡനും ഗവേഷണ സ്ഥാപനം സ്ഥാപിക്കുക എന്ന ആശയം ഉടലെടുത്തത്. ആയതിനാൽ തന്നെ ഈ ഗാർഡനെ കുറിച്ച് കൂടുതൽ അറിയുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ. അങ്ങനെ 8:30 ഞങ്ങൾ GNT-BGRIയിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ നല്ല മഴയുണ്ടായിരുന്ന കാരണം കുറച്ച് വഴിയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അതാണ് ഞങ്ങളിപ്പോൾ കുടയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. കണ്ടോ, എല്ലാവരുടെയും ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള ടെൻഷനിലൊക്കെ ഉണ്ട്. പിന്നെ ഒരു എക്സ്പീരിയൻസ് കൂടെ അല്ലേ ബൊട്ടാണിക്കൽ ഗാർഡൻ. സസ്യങ്ങളെക്കുറിച്ച് മഴയത്ത് നിന്ന് പഠിക്കാം. അതായത് നമ്മളൊരു കോമഡി ആയിട്ട് പറയുമല്ലോ, മഴ കട്ടൻ ചായ ഭാസ്കര മാഷ് അതുപോലെ. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നമുക്ക് ചെവിയേൽക്കാം. ഇത് ഒരു ലൈഫ് ലോങ് പ്രോജക്റ്റ് ആയിരുന്നു. ഇതിൽ ഏതാണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ഒരു 100 മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ റെയർ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ജീൻ ബാങ്കാണ്. 4 കമ്പോണൻ്റാണുള്ളത്: ക്രയോ ബാങ്ക്, സീഡ് ബാങ്ക്, പോളൻ ബാങ്ക് ആൻഡ് ഫീഡ് ജീൻ ബാങ്ക്. ഞാൻ ജീൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മെഡിസിനൽ ഗാർഡനിൽ ഉള്ളവരെല്ലാം റിട്ടയർ ചെയ്തു. കുറേ ആൾക്കാർ നോക്കിയിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് സീനിയേഴ്സ് ഉണ്ടായിരുന്നു, അവരെല്ലാം റിട്ടയർ ചെയ്തു. ഇപ്പം ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം മെഡിസിനൽ ഗാർഡൻ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫാദർ ആയുർവേദ ലോഡ് മന്ത്രി നമ്മുടെ ഒരു സ്റ്റാഫ് തന്നെ ചെയ്യുകയാണ്. നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ചെയ്യുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സ് ചെയ്യുന്നത്. മെഡിസിനൽ ഗാർഡൻ, BGRIയുടെ മെഡിസിനൽ ഗാർഡൻ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ ഏഷ്യ. 1168 സ്പീഷീസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മളിതിന് ഇന്നിപ്പോൾ മഴയായി, പ്രതികൂല കാലാവസ്ഥയായി. നമുക്കൊരു ബേർഡ് സെൽ വ്യൂ പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷെഡ്യൂൾ അനുസരിച്ച് ഒരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ്ഡ് സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നു, വരുന്നു, കാണുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഏത് സമയത്തും വന്ന് ഏത് ഒരു ചെടിയിൽ ആധികാരികമായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കാനുള്ള നിർബന്ധമായും നിങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ആയുർവേദിക് ഡോക്ടേഴ്സ്, ആയുർവേദ. അത് നിങ്ങളെല്ലാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളിനി എത്ര ഇൻ്റർനാഷണലി റിനൗണ്ട് ഡോക്ടർ ആയിരുന്നാലും, ആയുർവേദത്തിലെ ഡോക്ടർ ആയിരുന്നാൽ പോലും ജെനുവിൻ ഡ്രഗ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, പേഷ്യൻറ്റിന് കിട്ടിയില്ലെങ്കിൽ ഒരു യൂസുമില്ല. അത് വലിയ ക്രൈസിസാണ് നമുക്ക് ഫേസ് ചെയ്യുന്നത്. ആയുർവേദത്തിൻ്റെ നമ്മുടെ റോ മെറ്റീരിയൽ ഏതാണ്ട് 93% ഫോറസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള, ലോകത്തിൻ്റെ 73% മെഡിസിനൽ പ്ലാന്റ്സ് എടുക്കുന്നത് ഫോറസ്റ്റ് ഗവൺമെൻറ് വളരെ അലർട്ടാവുകയും ഗവൺമെൻറ് വളരെ അവെയർ ആവുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ഈവൻ സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോഴാണ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. ഗവൺമെൻറ് മനസ്സിലായി. അതുകൊണ്ട് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. ഇതിനാണ് ഇപ്പോൾ 20 ലക്ഷം രൂപ ഒരാൾ മെഡിസിനൽ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ 20 ലക്ഷം രൂപ ആവുകയും 20 ലക്ഷം രൂപ സർക്കാർ ചെയ്യും. ഇല്ലെങ്കിൽ നിൽക്കും, കൂട്ടിപ്പോകും, ഈ പ്രസ്ഥാനം നോക്കിപ്പോകും. ഗവൺമെൻറ് ആ റിസോഴ്സിന്, അപ്പോൾ ഗവൺമെൻറ് ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൺലി ഓൺ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ കൾട്ടിവേഷൻ മാത്രമേ ഉള്ളൂ. മെഡിസിനൽ പ്ലാന്റ്സ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അൺഎക്കണോമിക്കാണ്, പ്രോഫിറ്റബിൾ അല്ല ആരും ചെയ്തിട്ടില്ല. പക്ഷേ അത് നമ്മൾ എന്നാൽ അഗ്രോ ടെക്നിക്സ് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ല. വളരെ നമ്മൾ BGRI അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള വളരെ കുറച്ച് പേര് മാത്രമാണ് അഗ്രോ ടെക്നിക്സ് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്ത് ഇപ്പോൾ ഗവൺമെൻറ് നല്ല ലിബറലായിട്ട് ഒത്തിരി ഗ്രാൻറ്റുകളും സബ്സിഡിയും ഒക്കെ മെഡിസിനൽ പ്ലാന്റ്സ് ബോർഡ് നിങ്ങളെ കൊണ്ട് ഒക്കുന്ന നിങ്ങളുടെ ലെവലിൽ ഉള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ തരാം. മെഡിസിനൽ പ്ലാന്റ്സ് ബോർഡിൻ്റെ CEO എൻ്റെ സുഹൃത്താണ് ഡോക്ടർ നവാസ്. അവരിലേക്കൊക്കെ നിങ്ങൾ ലിങ്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഫാർമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ മെഡിസിനൽ പ്ലാന്റ്സ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോഷൻ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവൈലബിലിറ്റി മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആവും. അത് നമ്മൾ വളരെ നിങ്ങൾ ഇൻട്രൊഡക്ടറി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് നിങ്ങൾ വളരെ അവെയർ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ എത്ര എക്സ്പെർട്ടൈസോട് കൂടി നിങ്ങൾ ഫുൾ 100% മാർക്കോട് കൂടി അക്കാഡമിക് ഫീൽഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രൊഫഷണൽ ഫീൽഡിലേക്ക് വരുമ്പോൾ പ്രൊഫഷണൽ ഫീൽഡിൽ അവിടെ നമുക്ക് ഇരിക്കാൻ കസേരയും മേശയൊന്നും കാണില്ല. പ്രൊഫഷണൽ ഫീൽഡിൽ
ആ ക്രൈസിസ് പക്ഷേ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് മിഷണറിയുടെ എക്സിക്യൂഷൻ നമുക്ക് അറിയാവുന്നതാണ് അതിൽ പറയലാക്കണം സാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ഇപ്പോൾ മെഡിസിൻ പ്ലാൻ തിരുചാലയിലെ മെഡിസിൻ പ്ലാൻസ് ഒരു നമുക്ക് വളരെ റെപ്യൂട്ടേഷൻ വളരെ അംഗീകാരമുള്ള ഒരു ഇതാണ്. ഡോക്ടർ മാത്യു ഡാൻ സാർ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാർ 35 വർഷത്തെ എക്സ്പീരിയൻസ് 37 വർഷം മെഡിസിൻ പ്ലാൻസിൻ്റെ മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉള്ളവരിലായിരുന്നു. അപ്പോൾ അത് നല്ല ഒരു ഇതിൽ സാർ പോകാൻ നേരത്തെ എല്ലാം സാധാരണ എല്ലാവരും പോകുമ്പോൾ അങ്ങ് പോവുകയാണ്. സാർ എല്ലാ ഡോക്യുമെൻറ്റും ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് പോകുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെഡിസിൻ പ്ലാൻസിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ ആയാലും അതിൻ്റെ എന്ത് ആസ്പെക്ട്സ് ആയാലും നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്. ഡോക്ടർ മാത്യു സാറിൻ്റെയും ഡോക്ടർ നവാസിൻ്റെ ഒക്കെ നമ്പർ തരാം. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ 4500 സ്പീഷീസ് നിങ്ങളുടെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഒരു പക്ഷേ ഇന്ത്യയിൽ പോലും ഒരു 4500 സ്പീഷീസ് ഒരു സ്ഥലത്ത് വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും നമുക്ക് എപ്പോഴും വന്നിട്ട് ഏത് പ്ലാന്റിൻ്റെ ഡൗട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാകും. ഇപ്പം അത് മെഡിസിൻ പ്ലാന്റ് ആയാലും കൊള്ളാം, ഓർണമെൻ്റൽ പ്ലാന്റ് ആയാലും കൊള്ളാം, ആർബറേറ്റം ഉണ്ട്, ഗാർഡൻ ഓഫ് ട്രീസ് 800 സ്പീഷീസ് ഉണ്ട്, ഓർക്കിഡിൽ 600 സ്പീഷീസ് ഉണ്ട്, 150 ഹൈബ്രിഡ്സ് ഉണ്ട്, പിന്നെ പാമേറ്റം ഉണ്ട്. പാമേറ്റത്തിൽ ഈ കാണുന്ന പാമേറ്റമാണ് 180 സ്പീഷീസ് പാംസ് സ്പീഷീസ് ഉണ്ട്. ബാമ്പു സിറ്റത്തിൽ അതിൻ്റെ 80 സ്പീഷീസ് ഉണ്ട്. അതിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് കളക്ഷൻ ഇൻ ഇന്ത്യയാണ്. അങ്ങനെ ഗവൺമെൻറ് കളക്ഷൻ ഉണ്ട്, കാർണിവോറസ് കളക്ഷൻ ഉണ്ട്. അങ്ങനെ ആൻഡമാൻ ഫീൽഡ് കൺസർവേറ്റീവ് ഉണ്ട്, RVP പ്ലാന്റ് കൺസർവേറ്റീവ് ഉണ്ട്. അങ്ങനെ ഒരു വൈഡ് ഒരു ഇതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ മെഡിസിൻ ഗാർഡൻ മാത്രമാണ് നമ്മൾ ജസ്റ്റ് കാണുന്നത്. പിന്നീട് നമുക്ക് വരുമ്പോൾ ജസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം, അത് കാണുകയും ചെയ്യാം, കുറച്ച് പരമാവധി മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പ്രതികൂല കാലാവസ്ഥയുടെ മെഡിസിൻ ഗാർഡൻ മാത്രമാണ് ജസ്റ്റ് കണ്ടിട്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ മാത്രാൻ സാറൊക്കെ ഉള്ള സമയത്തായിരുന്നെങ്കിൽ ഉള്ളൊരു പ്രത്യേകത, നമ്മൾ ഇതുപോലൊരു ക്രൈസിസ് വരികയാണെങ്കിൽ സാമ്പിളുകൾ നല്ല സൂപ്പർ സ്ലൈഡുകളും നല്ല ഞാനിനി ഒന്നും തയ്യാറാക്കി എടുക്കണം. പ്രസൻറ്റേഷൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour പ്രസൻറ്റേഷൻ മെഡിസിൻ പ്ലാൻസിൻ്റെ എന്താണ്, മെഡിസിൻ പ്ലാൻസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, മെഡിസിൻ പ്ലാൻസിൻ്റെ ഇത് എന്താണ് ടോക്സിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ, എല്ലാ ആസ്പെക്ട്സും അത് കവർ ചെയ്ത് പറയാൻ പറ്റുന്നതായിരുന്നു. എൻ്റെ സാറിനെ കോൺടാക്ട് ചെയ്തൊന്ന് ആ ലെവലിലേക്ക് ഒന്ന് വരണം. അപ്പോൾ ഇപ്പം നമുക്ക് ഫീൽഡ് ഒന്ന് ജസ്റ്റ് നമ്മുടെ ക്ലാസ് എല്ലാവരും വളരെ എക്സ്പെർട്ടുകളാണ്, സബ്ജക്ട് എക്സ്പെർട്ടുകളാണ്, ഉള്ളവർ മിടുക്കരാണ്. പക്ഷേ വീണ്ടും നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഇത് കേൾക്കേണ്ട കാര്യമില്ല. ഫീൽഡിലേക്ക് പോയിട്ട് ജസ്റ്റ് കണ്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ. എനിക്ക് വലുതായിട്ട് അറിയില്ല. സാധാരണ ഒരു ഗൈഡ് വരുമ്പോൾ ജസ്റ്റ് അവരത്ര പോരാ, ബാക്കി ബാച്ചിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എന്നെ അസൈൻ ചെയ്തു. ഞാനിവിടെ ചാർജ് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്നാണ് മെഡിസിൻ ഗാർഡൻസിൽ മെഡിസിൻ ആരോമാറ്റിക് പ്ലാന്റ്സിൻ്റെ ക്ലാസ്. നിങ്ങളാണ് അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ആയുർവേദത്തിന് നമ്മൾ കോമ്പിനേഷൻ ആണല്ലോ അല്ലേ, പ്രിപ്പറേഷൻസ് കോമ്പിനേഷൻസ് ആണ്. ഇപ്പോൾ മോഡേൺ മെഡിസിനിലാണെങ്കിൽ എക്സാക്ട് ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഐസൊലേറ്റ് ചെയ്തിട്ട് അവിടെ അതാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു 10-70ഓളം സ്പീഷീസ് അലോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ എക്സാക്ട് കെമിക്കൽ ഐസൊലേറ്റ് ചെയ്തിട്ട് ആ ഫൈറ്റോ കെമിക്കൽ അതാണ് അവിടെ ഐസൊലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് നമ്മൾ പ്ലാന്റ് ബേസ്ഡ് പ്ലാന്റ് ഒറിജിനാണ്. ഇപ്പോൾ പ്ലാന്റ് ഒറിജിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ആൻറ്റി ക്യാൻസറസിന് ഒരു മില്ലി വേണമെങ്കിൽ 1 ടൺ പ്ലാന്റ് റോ ഡ്രഗ് വേണം, റോ മെറ്റീരിയൽ വേണം. അത്രയും എടുത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ സെമി സിന്തറ്റിക് ആയിട്ട് നമ്മൾ ആ ഇൻക്രിസ്റ്റൻ ബ്ലാസ്റ്റിൻ്റെ നമ്മൾ ഫൈറ്റോകെമിക്കൽ അനാലിസിസ് നടത്തിയിട്ട് അതിൻ്റെ നമ്മൾ സെമി സിന്തറ്റിക് മോളിക്യൂളിൻ്റെ ഇത് മനസ്സിലാക്കിയിട്ട് ദെൻ സെമി സിന്തറ്റിക് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദെൻ പ്ലാന്റിനെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ അവർ പിന്നെ നമ്മൾ ആക്ഷേപിക്കുന്ന എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നത്. പക്ഷേ കോമ്പിനേഷൻ്റെ അതായതുണ്ടല്ലോ, രോഗം മാറുന്നുണ്ട്, നല്ല എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ ഒരു പാരസിറ്റമോൾ ടാബ്ലറ്റ് മേടിച്ചാൽ പാരസിറ്റമോൾ ടാബ്ലറ്റിൽ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടാകും അല്ലേ. ഡ്രഗ്സ് കൺട്രോളർ ഒരു പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആ ഡ്രഗ് എടുത്തിട്ട് ഇപ്പോൾ പാലോട് മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് ഒരു ഡ്രഗ്സ് കൺട്രോളർ അവിടെ ഇരിക്കുന്ന പാരസിറ്റമോൾ എടുത്ത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് കാണുമില്ലേ? കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നെഞ്ചത്ത് വെച്ച് പറയാമോ ഏതെങ്കിലും കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് ഒരു ദശമൂല അരിഷ്ടം മേടിച്ച് ഒരു ഡ്രഗ്സ് കൺട്രോളർ കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ 10 ചെടിയുടെയും പേര് 100% ഉണ്ടെന്ന് നെഞ്ചത്ത് വെച്ച് പറയാൻ പറ്റും? ജെനുവിനിറ്റി ഇല്ലെങ്കിൽ ഇത് ആരെങ്കിലും പേടിക്കും? ആരും പേടിക്കില്ല. 9-10 ദശമൂല അരിഷ്ടത്തിലെ 9 ചെടിയുടെ പേര് ചേർന്നാൽ പോലും അതാവുന്നില്ല. ഇനി ആ 10 ചെടി എടുത്തിട്ട് പിന്നെ ഒരാൾ പ്രതിജ്ഞ എടുത്ത് ഞാൻ 10 ചെടിയുടെ പേരും എടുത്ത് ആധികാരികമായി ഉണ്ടാക്കി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അയാളെ കുടുംബം മൊത്തം നശിക്കും. കാരണം അതിനുള്ള എക്കണോമിക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ റിസോഴ്സ് ഈ 10 ചെടികൾ ബൃഹത് പഞ്ചമൂല, ഹ്രസ്വ പഞ്ചമൂല, 10 ചെടികൾ ട്രീസാണ്. ട്രീസിൻ്റെ പേരെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര കണ്ട് അത് നമുക്കത് സസ്റ്റൈനബിൾ ഹാർവസ്റ്റിംഗ് അല്ലെങ്കിൽ എത്ര കണ്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്കിത് ഒത്തിരി ഹേർഡൽസും ക്രൈസിസും ഒക്കെ നമുക്ക് ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആരോമാറ്റിക് പ്ലാന്റ്സിൽ നമ്മൾ കൂടുതലും ഈ കാണുന്ന ആരോമാറ്റിക് പ്ലാന്റ്സിലെ ഇതുണ്ടല്ലോ ഇതിൻ്റെ ഞാൻ ജീൻ ബാങ്കിൻ്റെ പറഞ്ഞു. അപ്പോൾ നമുക്കിനിയിപ്പോൾ ജീൻ ബാങ്ക് പോലെയുള്ള ടെക്നോളജി കൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിന് നിലനിർത്താൻ പറ്റും. ജീൻ ബാങ്ക് ടെക്നോളജി കൊണ്ട്. ഇപ്പോൾ ജീൻ ബാങ്കിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ ബാങ്ക്? നിങ്ങളെല്ലാം മെഡിക്കലാണ്, പക്ഷേ ബാങ്കാണ്
ബാങ്ക് എന്ന് പറയുന്നത് നമ്മളിൽ പൈസ ഉള്ളപ്പോൾ കൊണ്ടിടും, ആവശ്യമുള്ളപ്പോൾ. അപ്പോൾ ഇതിന് സിംഗപ്പൂർ മാർട്ടിനിയാണ് പല മണമാണ്. അതെന്തെന്ന് ചോദിച്ചാൽ ഒരു സ്ഥലത്ത് വളരുന്നത് ഒരു കെമിക്കൽ കൊണ്ടിട്ട് ഡോമിനേറ്റ് ചെയ്യും, മറ്റേ സപ്രസ് ആകും. അങ്ങനെ വേരി ചെയ്യും, അതിൻ്റെ ഹാബിറ്റാറ്റ് അനുസരിച്ച് വേരി ചെയ്യും. ഇതൊന്നും നടത്താൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഹിമാലയം തന്നെ എടുത്താൽ ഹിമാലയത്തിൽ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഉണ്ട്, സബ് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഉണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ ട്രോപ്പിക്കൽ, കുറച്ച് മുകളിലോട്ട് ചെയ്യുന്നത് സബ് ട്രോപ്പിക്കലായി, പിന്നെ കുറച്ച് സബ് ടെമ്പറേറ്റായി, കുറച്ച് ടെമ്പറേറ്റായി. അപ്പോൾ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് വേരി. ഹീറോഡെൻഡ്രം ഇന്നറിഞ്ഞ് ഇത് വൈക്കൂടിയ, ഇത് നമ്മളൊരു അരോമാറ്റിക്കാണ്. ഇതിൻ്റെ നമ്മൾ ആർട്ടിമീസിൻ എടുക്കുന്നത് ഇതിൽ നിന്നാണ്, ഈ പ്ലാന്റിൽ നിന്നാണ് ആർട്ടിമീസിൻ. ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇതെല്ലാം മെഡിസിൻ പ്ലാന്റ്സ് ആണ്. അവിടെ നിന്ന് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ടേസ കുടുംബത്തിൽ വരുന്ന ചെടിയാണ് ടാക്സോണമി. കറിവേപ്പില വരുന്ന എല്ലാം റൂട്ടേസയാണ്. അപ്പോൾ അത് പിന്നെ ഓറഞ്ച്, നാരകം, കറിവേപ്പില അതെല്ലാം റൂട്ടേസയുടെ ഒരു ക്യാരക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ പെല്ലൂസ് പ്ലാന്റ് ഉണ്ടോ, ഇത് കറിവേപ്പിലല്ല, പക്ഷേ അപ്പോൾ ഇതൊരു കൊലയിലുള്ളതാണ്. അതൊരു കുടുംബത്തിൽ വന്നതാണ്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് അല്ലേ, എങ്ങനെയാണ് നമ്മൾ ടാക്സോണമി ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ ഇതിൽ നോക്കുക, ഈ പെല്ലൂസ് ഗ്ലാൻഡ് ഇത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഞെരടി ഒന്ന് മണപ്പിച്ച് നോക്കുക, മണം ഉണ്ടോ എന്ന് നോക്കുക. റൂട്ടേസയാണ് ഇത്. ട്രൈബൽസ് ഉണ്ടല്ലോ നമ്മളിവിടെ, ഈ പ്ലാന്റ് എൻഡമിക്കാണ്, ഇവിടെ മാത്രമാണ് ലോകത്തുള്ളത്. ഞെരടി ഒന്ന് മണപ്പിച്ചാൽ, ഞെരടി ഒന്ന് പാസ് ചെയ്താൽ മനസ്സിലെ ഒന്ന് റിഫ്രഷ് ആവുകയും ചെയ്യും. നിങ്ങൾ എൻ്റെ കത്തി കെട്ട് ഓറഞ്ച് ആയി റിഫ്രഷ് ആവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ കണ്ട എസെൻഷ്യൽ ഓയിൽ, എസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ത്. എസെൻഷ്യൽ ഓയിൽ സത്തല്ല. അപ്പോൾ ആ എസെൻഷ്യൽ ആയിട്ടുള്ള എസെൻസ് പോലുള്ള അതാണ് നമ്മൾ എസെൻസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്യാൻ ഇതെങ്ങനെ പറ്റും? ചൂടാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണ്ടേ? അപ്പോൾ അവിടെ ഫൈറ്റ് ടെസ്റ്റ്, അവിടെ നമ്മൾ ക്ലാവഞ്ചർ പരസ്യം വേണമെങ്കിൽ സിമ്പിളായിട്ട് അതിനെ ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുമ്പോൾ ഗ്രഡേഷൻ വന്നിട്ട് ഒരു ഇത് വരും. അതിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, നമ്പൂതിരിയുടെ അല്ലെങ്കിൽ നമ്പൂരി ഇതുണ്ടല്ലോ ഗണപതിയുടെ ആ ഒരു ഷേപ്പാണ് ഇതിൻ്റെ ഇത്. അതുകൊണ്ടാണ് നമ്പൂരി ആരോഗ്യം എന്ന് കേൾക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഓരില, മൂവില, അഞ്ചിലെത്തെറ്റി. പിന്നീട് അദ്ദേഹം ഞങ്ങൾക്ക് തൊട്ടാവടിയും മുക്കുറ്റിയും അഥവാ വിപരീത ലജ്ജാലുവും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു തന്നു. ഏതിനെയാണ് ശരിക്കും ലജ്ജാലു എന്ന ആയുർവേദത്തിൽ പറയുന്നതെന്നും ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ എന്തുകൊണ്ടാണ് വിപരീത ലജ്ജാലു എന്നുള്ള പേര് വരാനുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെ ഒരു അതാണ് ഞങ്ങളിവിടെ ചെയ്തു നോക്കുന്നത്. ആ പ്ലാന്റിൽ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ അതിങ്ങനെ വാടിപ്പോവും. അതായത് തൊട്ടാവടിയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണിക്കുക. അപ്പോൾ ഞങ്ങളും പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കൗതുകം തോന്നി ഞങ്ങളും അതിങ്ങനെ ചെയ്ത് നോക്കുകയാണ്. ഓപ്പോസിറ്റ് ലീഫാണ് കണ്ടേ, ഇന്റർപീറ്റോളാർ റൂബിയസ്, ഇന്റർപീറ്റോളാർ സ്റ്റിക്കിൾ ഗാർഡിനിയ. അപ്പോൾ പിന്നെ പാൽക്കായം ഗാർഡിനിയ ഗന്ധ, അതിൻ്റെയും ലീഫ് ഇതുപോലെ ആയിരിക്കും ഇന്റർപീറ്റോളാർ സ്റ്റിക്കിൾ ഉണ്ടാവും. മനസ്സിലായി? ഇതിൻ്റെ ടിപ്പിൽ വരുന്ന ഇത് എടുത്തിട്ടാണ് പാൽക്കായമായിട്ട് എടുക്കുന്നത്. ടിപ്പിൽ ഇതിൻ്റെ ഗം എക്സ്യൂഡ് ചെയ്തിങ്ങനെ വരും. അതിനാണ് എടുത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് മരുന്നായിട്ട് കൊടുക്കുന്നത് പാൽക്കായം. ഇതിൻ്റെ അലൈഡ് സ്പീഷീസാണ് ഇത്. അത് ഗാർഡിനിയ ഗാമിഫറ, പേര് തന്നെ ഗാമിഫറ. ഇത് ഗാർഡിനിയ ഗാമിഫറ. ഇത് റാൾഷേറ്റ് നമ്മൾ സർപ്പഗന്ധ. അപ്പോൾ നമ്മൾ സർപ്പഗന്ധ എന്ന് ഉപയോഗിക്കുന്ന റാൾഷേറ്റ് സർപ്പൻറ്റീനെയാണ്, പക്ഷേ അലൈഡ് സ്പീഷീസ്. ഇത് നമുക്ക് മെഡിസിനായിട്ട്